തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പല ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ള ചില തെളിവുകളും രാഹുൽ ഗാന്ധി പുറത്തുവിടുന്നുണ്ട്. ഇപ്പോൾ പൂർണ്ണമായി തന്നെ ബീഹാറുമായി ബന്ധപ്പെട്ട ഒരു വിവാദം നിൽക്കുന്നു. അതിനിടയിൽ രാഹുൽ ഗാന്ധി രംഗത്ത് വരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കഷ്ടകാലമാണോ നിലവിൽ? രാഹുൽ ഗാന്ധി ആദ്യമായിട്ടല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരെ തിരിയുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയ, അതിൻ്റെ ശ്രീകോവിലായ പാർലമെന്റ്, ആ പാർലമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തീർച്ചയായും സുതാര്യമായിരിക്കണം. സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സുതാര്യമായിരിക്കണം. അത് ആവശ്യപ്പെടാൻ, അത് അർഹിക്കാൻ, അത് ആഗ്രഹിക്കാൻ പ്രതിപക്ഷ നേതാവിന് മറ്റ് രാജ്യത്തെ ഏത് പൗരനെ പോലെ അവകാശമുണ്ട്. പക്ഷേ ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസം. ഇവിടെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കൂ എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി ചില തെളിവുകളുമായി ഇന്നത്തെ ദിവസം പത്രസമ്മേളനം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ പത്രസമ്മേളനത്തിൽ കാണുന്നത് എന്താണ്? ഇവിടെ ബീഹാറിൽ ഏതാണ്ട് 52 ലക്ഷം പേര് പുറത്തായിരിക്കുന്നു. പല കാരണങ്ങളാൽ. വോട്ട് ഇരട്ടിക്കലാണ്. ബീഹാറിൽ നിന്നും ദൂരേക്ക് പോയ പല ആളുകളും അവരുടെ പുതിയ ഇടങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തുന്നു. അപ്പോൾ അവിടെ പഴയ ഇടത്തെ വോട്ട് അധികപ്പറ്റായി മാറുന്നു. അല്ല എങ്കിൽ അവര് അവിടെ തന്നെ ഒരു സംസ്ഥാനത്ത് തന്നെ 2 ഇടങ്ങളിൽ വോട്ടുണ്ട്. ഇതെല്ലാം കണ്ടുപിടിച്ച് മാറ്റുകയാണ്. മരണപ്പെട്ടു പോയ ഏതാണ്ട് 22 ലക്ഷം പേരാണുള്ളത്. ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞ് വോട്ടർ പട്ടിക സംശുദ്ധമാക്കാനുള്ള എക്സസൈസ്, അതിനെ സംശയദൃഷ്ടിയോടുകൂടി കാണുന്ന പ്രതിപക്ഷ നേതാവ് ഒന്ന്. മഹാരാഷ്ട്രയിൽ വലിയ വിവാദമാണ് ഉണ്ടായത്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഗാദി, അതായത് ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗവും ശരത് പവാർ NCPയും കോൺഗ്രസും ചേരുന്ന ഒരു മഹാഗഠബന്ധനുണ്ട്. ആ ഒരു മുന്നണി വിജയം പ്രതീക്ഷിച്ചു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിർണായകമായ മുന്നേറ്റം കൈവരിക്കാൻ ആ സഖ്യത്തിന് കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. അതിനർത്ഥം ശിവസേനയും അതോടൊപ്പം തന്നെ NCPയേക്കാൾ കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട്, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയാണല്ലോ വിമർശനം ഉന്നയിക്കുന്നത്. പക്ഷേ പല ഘട്ടങ്ങളിൽ ശരത് പവാർ അടക്കമുള്ളവർ മൗനം പാലിക്കുന്നുണ്ട്. തങ്ങളുടെ ഭാഗത്തു നിന്നും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ തോൽവി അംഗീകരിക്കുന്നതായുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയും ഉണ്ടാകുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ പ്രത്യേകമായ സവിശേഷമായ സാഹചര്യത്തിൽ ശരത് പവാറും താക്കറെയും കുറച്ചുകൂടി ഉത്തരവാദപ്പെട്ട ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. കാരണം തിരഞ്ഞെടുപ്പാണ്, വിജയമുണ്ടാകും പരാജയമുണ്ടാകും, അതിനെ സമഭാവനയോട് കാണുക എന്നത് മാത്രമാണ്. അപ്പോൾ എപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് 5 മണിക്ക് വോട്ട് എടുപ്പ് കഴിഞ്ഞതിന് ശേഷം കണ്ട ഫിഗറിനേക്കാൾ വളരെ കൂടുതലാണ് ആത്യന്തികമായി വന്ന വോട്ട് ടേൺ ഔട്ട് ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ നീണ്ട ദീർഘമായ ക്യൂ പലയിടങ്ങളിലും കാണാനുണ്ടായിരിക്കും. അവസാന അന്തിമ കണക്കുകൾ വരുമ്പോൾ എക്കാലത്തും വോട്ടർ ടേൺ ഔട്ട് കൂടുതൽ തന്നെയായിരിക്കും. 5 മണിക്കത്തെ, ഞാൻ പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് വർഷങ്ങളോളം പോളിംഗ് ബൂത്തിൽ മാനേജ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിരുന്നു. പോളിംഗ് ബൂത്തുകൾ സജീവമാകുന്നത് അവസാന നിമിഷങ്ങളിൽ വന്നു ചേരുമ്പോൾ ഒരു ക്യൂ കാണാം. നമുക്ക് പലപ്പോഴും ഒരു വലിയ ക്യൂ കാണാം. പോളിംഗ് ബൂത്തിന് വെളിയിൽ ദീർഘമായ ക്യൂ കാണാം. അവസാനം ബാക്കിൽ നിന്നും സ്ലിപ്പ് കൊടുത്തുകൊണ്ട് 10-50 പേരെയൊക്കെ. അതിപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് അട്ടിമറിയുടെ ഭാഗം എന്നാണ് പറയുന്നത്. അട്ടിമറിയുടെ ഭാഗം എന്ന് പറയാൻ കാരണം CCTV ക്യാമറ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുൻപോട്ട് പോകുന്നത്. ഏതാനും ദിവസം കഴിയുമ്പോൾ CCTV ക്യാമറയുടെ ദൃശ്യങ്ങൾ മാഞ്ഞു പോകുന്നു, അത് സേവ് ചെയ്ത് വെക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ അപ്പോഴും ശ്രീ രാഹുൽ ഗാന്ധി കഴിയുന്നില്ല എന്നതാണ്. ഇപ്പോൾ കാർഡടച്ച് വെടിവെക്കുമ്പോൾ കൃത്യമായി എത്ര വോട്ടാണ് രേഖപ്പെടുത്തിയത്, ഒരു ഫ്ലാറ്റിൽ തന്നെ നിശ്ചിത എണ്ണം വോട്ടുകൾ കൂടുതലായി രേഖപ്പെടുത്തപ്പെട്ടു. പക്ഷെ തെളിവുകൾ ഹാജരാക്കാൻ പറ്റുന്നില്ല. അത് ഉള്ളതിനേക്കാൾ, യഥാർത്ഥത്തിൽ അവിടെയുള്ള വാസികളെക്കാൾ കൂടുതൽ വോട്ടുകൾ ഉണ്ട് എന്ന് തെളിയിക്കാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് വലിയ തോതിലുള്ള തെളിവുകളുമായിട്ടാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കണ്ടത്. തീർച്ചയായും ഒരു പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത് തന്നെയാണ്. രാഹുൽ ഗാന്ധി ചെയ്തതിനോട് ഒരു രീതിയിലും വിയോജിക്കാനാവില്ല. കാരണം ഒരു പ്രതിപക്ഷ നേതാവിന്റെ ചുമതലയാണ്. ആശങ്കകളുണ്ടെങ്കിൽ ജനാധിപത്യ പ്രക്രിയ, അതിന് നടത്തിപ്പിൽ പുഴുക്കുത്തുകൾ വീണാൽ പബ്ലിക് ഡൊമൈനിൽ അത് കൊണ്ടുവരിക എന്നത്, മാധ്യമങ്ങളോട് അത് പറയുക, പാർലമെന്റിൽ കാര്യം ഉന്നയിക്കുക, ഇത് രണ്ടും ഒരു പ്രതിപക്ഷ നേതാവിന്റെ ചുമതലകളിൽ പെടുന്ന കാര്യമാണ്. രാഹുൽ ഗാന്ധി ചെയ്യുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലേ ഉത്തരം പറയേണ്ടത്. അപ്പോഴല്ലേ ജനങ്ങൾക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ ആര് പറഞ്ഞ് ശരിയാണ്, ആര് പറഞ്ഞ് തെറ്റാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പല ആവർത്തി ഇതിന് ഉത്തരം പറഞ്ഞതാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അക്കമിട്ടുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, മറ്റ് കമ്മീഷണർമാർ ഇതിനുള്ള ഉത്തരവുമായി ഒരുപക്ഷെ വന്നേക്കാം. പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന രീതിയെക്കുറിച്ച് ശ്രീ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ആരോപണം ഉന്നയിച്ചതിൽ സ്വല്പം കാര്യമുണ്ട്. അത് കാണാതെ പോകരുത് പറഞ്ഞാൽ, കാരണം
ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് 3 അംഗങ്ങൾ അടങ്ങുന്ന ഒരു സമിതിയാണ്. ആയിരുന്നു പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി, അതോടൊപ്പം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, 3 പേരടങ്ങുന്ന പാനൽ. ഇവിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റിയതിനു ശേഷം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയിലെ ഒരു മുതിർന്ന അംഗവും അതോടൊപ്പം പ്രതിപക്ഷ നേതാവും ചേരുമ്പോൾ 3-ൽ 2 ഭൂരിപക്ഷം അവിടെ ആവുകയാണ്. അപ്പം ആരെയാണോ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഗവൺമെന്റിനും ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി ആവശ്യം, ആ വ്യക്തിയെ നിയമിക്കാൻ സാധിക്കും. അത് നിഷ്പക്ഷമായിരിക്കുമോ? അതൊരു ചോദ്യമാണ്. പക്ഷേ ഭരണഘടനാപരമായ സ്ഥാപനമാണ്, അത് അനുവദനീയമായ പവറിനുള്ളിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു ബോഡിയാണ്, സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു ബോഡിയാണ്. ലോകത്തെ ഏറ്റവും വലിയ ഇലക്ടറേറ്റ്, ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് അല്ലേ? 142 കോടി ജനങ്ങൾ, അതിൽ 90-ൽ പരം കോടി വോട്ടർമാർ. അവരുടെ വോട്ട് എന്ന് പറയുമ്പോൾ നിർണായകമായ റോളാണ് ഇലക്ഷൻ കമ്മീഷൻ വഹിക്കുന്നത്. അവിടെ വോട്ട് ഇരട്ടിപ്പ്, വോട്ട് നഷ്ടം, ഒരുപക്ഷെ ബൂത്ത് പിടുത്തങ്ങൾ, ചെറിയ തോതിലുള്ള ആൾമാറാട്ടം, ഇതൊക്കെ ഒരു ലോ ഓഫ് ആവറേജ് എടുക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. കേരളത്തിലൊക്കെ എത്ര ഇരട്ട വോട്ടുകളാണുള്ളത്. പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ മരണപ്പെട്ടവർ തന്നെ തിരിച്ചു വരികയില്ല. മരിച്ചു പോയവരൊക്കെ വന്ന് ഭൂതമായും ഭേദമായും ഒക്കെ വന്ന് വോട്ട് രേഖപ്പെടുത്തി അപ്രത്യക്ഷമാവുകയല്ലേ. ഇതൊക്കെ നടക്കുന്ന സംസ്ഥാനം, ഏറ്റവും അധികം നിയമവാഴ്ച ഉണ്ടെന്ന് ക്ലെയിം ചെയ്യുന്ന കേരളത്തിൽ പോലും ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് നടക്കുമ്പോൾ ബീഹാർ ഒരു ലോലെസ്നെസ്സിന് പേരുകേട്ട ഒരു സംസ്ഥാനമായിരുന്നു മുൻകാലങ്ങളിൽ. ഇപ്പോഴങ്ങനെയല്ല. ജംഗിൾ രാജ് എന്നൊക്കെ പറഞ്ഞ് ബീഹാറിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴങ്ങനെയല്ല, കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ഒരു ഗവൺമെന്റാണ്. ഇന്ത്യയിൽ അങ്ങനെ പൂർണ്ണമായ അരാജകത്വമുള്ള ഒരു സംസ്ഥാനവും ഇന്ത്യയിലില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കേരളം പോലെ തന്നെ കേരളം സുരക്ഷിതമാണ്, അതുപോലെ തന്നെ സുരക്ഷിതമാണ് മറ്റു പല സംസ്ഥാനങ്ങൾ. അപ്പോൾ അവിടെ ഇവിടെ ഭരണഘടനാ മെഷീനറി പ്രവർത്തിക്കുന്നില്ല, നിയമവാഴ്ച അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന് രാജ്യത്തോടും ജനങ്ങളോടുമായി നിരന്തരം പറയുന്ന പ്രതിപക്ഷ നേതാവ്. അപ്പം റെസ്പോൺസിബിൾ ഓപ്പോസിഷൻ അതാണ് ഒരു മറ്റൊരു ചോദ്യം. ഈ ഭരണഘടനാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് വിമർശനം ഉന്നയിക്കുമ്പോൾ ജനങ്ങൾക്ക് ഈ സ്ഥാപനങ്ങളോട് ഒരു വിശ്വാസക്കുറവ് വരില്ലേ? അവിടെയാണ് നിയമവാഴ്ചയുടെ ഒരു അടിസ്ഥാനം എന്താണ്. ഇവിടെ നിയമമുണ്ട്, നടപ്പാകുന്നു എന്നത് മാത്രമല്ല, നിയമം നടപ്പാകുന്നു എന്ന ബോധം പൊതുജനങ്ങൾക്കുണ്ടാകണം. ആ ബോധം ഉണ്ടാക്കുന്നതിന് ഭരണപക്ഷത്തെ പോലെ തന്നെ പ്രതിപക്ഷത്തിനും ഒരു ചുമതലയുണ്ട്. ഇവിടെ എല്ലാം അഴിമതിയാണ്, ഇവിടെ എല്ലാം അരാജകത്വമാണ്, എല്ലാം അയഥാർത്ഥമായ രീതിയിലാണ്, എല്ലാം ഖുബ്ദപ്പാണ് എന്ന പ്രതീതി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ജനറേറ്റ് ചെയ്താൽ ജനാധിപത്യം തന്നെ അട്ടിമറിക്കപ്പെടും. കുറച്ച് നാളുകളായി രാഹുൽ ഗാന്ധി ഒരു അരാഷ്ട്രീയവാദം കളിക്കുന്നതായി തോന്നുന്നുണ്ട്. അരാഷ്ട്രീയവാദം എന്നതല്ല, പ്രതിപക്ഷം എത്ര ശ്രമിച്ചിട്ടും ഭാരതീയ ജനതാ പാർട്ടിയെ അൺസീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു പരിഭവമുണ്ട്. അപ്പോൾ അതിന് ക്രെഡിബിലിറ്റി, അപ്പോൾ അവസാനത്തെ ആയുധം എന്ന് പറയുന്നത് ക്രെഡിബിലിറ്റി ക്രൈസിസ്. ഈ സിസ്റ്റം തന്നെ ക്രെഡിബിൾ അല്ല എന്ന ഒരു പ്രതീതി ജനങ്ങൾ ജനിക്കുമ്പോൾ ഭരണഘടന, അതാണ് സംവിധാനം, ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസ് അംഗങ്ങൾ, UP അംഗങ്ങൾ, അതായത് ഇന്ത്യ മുന്നണി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നിൽ ഭരണഘടനാപരമായി പ്രിയാമ്പിളിൽ ഉറപ്പു നൽകുന്ന സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, ഇതിൽ സോവറിറ്റി ഉണ്ടാവും, പക്ഷെ അത് കോംപ്രമൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ബഹുരാഷ്ട്രത്വങ്ങളുടെ കടന്നുകയറ്റത്തിൽ നമ്മുടെ ഇച്ഛാശക്തി, സോവറിറ്റി, ഇന്റേണലി സുപ്രീം എന്ന് പറയുന്ന, എക്സ്റ്റേണലി ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന സോവറിറ്റിയെ ചെറുതായി എങ്കിലും കോംപ്രമൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സോഷ്യലിസ്റ്റ് നയങ്ങൾ കാറ്റിൽ പറത്തിയിരിക്കുന്നു, അറബിക്കടലിൽ തള്ളിയിരിക്കുന്നു. സെക്യുലറിസം പ്രതിബന്ധം നേരിടുന്നു. ഡെമോക്രസി, ഇപ്പോൾ ഈ എപ്പിസോഡിൽ വരുന്നത് ജനാധിപത്യത്തിൽ വലിയ രീതിയിലുള്ള കളങ്കങ്ങൾ സംഭവിക്കുന്നു. ഇതെല്ലാം തന്നെ പൊതുജനങ്ങളോട് വിളിച്ചു പറയുന്ന രാഹുൽ ഗാന്ധി. അതുകൊണ്ട് ഇവിടെ ഒരു വളയ്ക്കുകയോ ചെയ്യോ ഒടിക്കരുത് എന്നൊരു പ്രമാണമുണ്ട്. അപ്പോൾ അത് വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ചില വിഷയങ്ങൾ പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇവിടെ എല്ലാം അനീതിയാണ്, ഈ സംവിധാനം തന്നെ ഒരു നോക്കുകുത്തിയാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കഥയറിയാതെ ആട്ടം കാണുന്ന ഒരവസ്ഥയിലാണ് ജനങ്ങളിരിക്കുന്നത്. ആര് പറയുന്നതാണ് ശരി? ഭരണപക്ഷവും പ്രധാനമന്ത്രിയും പറയുന്നതാണോ ശരി? നമ്മുടെ ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾ, കോടതികൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ? ഭരണഘടനാപരമായ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ, അവർ സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ടോ? അതോ പ്രതിപക്ഷ നേതാവ് പറയുന്നതാണോ ശരി? ജനമാകെ അമ്പരം നിൽക്കും. അത് മുന്നോട്ടുള്ള രാജ്യത്തിന് മുന്നോട്ടുള്ള പോക്കിന് അത് വലിയ അത്ര ആരോഗ്യപരമായ വിമർശനങ്ങൾ നല്ലതാണ്, പക്ഷേ ആരോഗ്യപരമായ വിമർശനങ്ങൾ തീർച്ചയായും സ്വാഗതാർഹമാണ്. അനാരോഗ്യപരമായ വിമർശനങ്ങളിൽ മിതത്വം പാലിക്കണം എന്ന് മാത്രമേ ഓർപ്പിക്കാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.